പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൊച്ചുരഹസ്യ സ്പിരിച്വൽ സെൻ്ററിന് വേണ്ടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. നമ്മൾ സൈക്കോളജി, മനഃശാസ്ത്രം മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 11ാമത്തെ ക്ലാസ്സാണ്. സൈക്കോളജിക്ക്, മനഃശാസ്ത്രത്തിനൊരു ആമുഖം നിർബന്ധമായിട്ടും കേൾക്കണം. അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. പിന്നെ എന്താണ് വ്യക്തിത്വം? നമ്മുടെ വികാരങ്ങളും ചിന്തകളും പെരുമാറ്റങ്ങളും സ്ഥായിയായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോൾ അതാണ് വ്യക്തിത്വമെന്നും, എന്നാലും നമ്മുടെ പെരുമാറ്റങ്ങൾക്കും ചിന്തകൾക്കും വികാരങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിന് വലിയ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ അത് വ്യക്തിത്വ വൈകല്യങ്ങളിലേക്ക് പോകും എന്നും നമ്മൾ മനസ്സിലാക്കി. വ്യക്തിത്വ വൈകല്യങ്ങൾ 10 എണ്ണമുണ്ട് എന്ന് മനസ്സിലാക്കി. അത് 3 ഗ്രൂപ്പുകളിലാണെന്ന് മനസ്സിലാക്കി. 1ാമത്തെ ഗ്രൂപ്പ് നമ്മൾ മനസ്സിലാക്കി, 2ാമത്തെ ഗ്രൂപ്പ് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് 3ാമത്തെ ഗ്രൂപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 3ാമത്തെ ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പേടിയായിരിക്കും, ഉത്കണ്ഠയായിരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയായിരിക്കും. സർവോപരി താൻ ഉപേക്ഷിക്കപ്പെടുമോ, എല്ലാവരാലും അവഗണിക്കപ്പെടുമോ എന്നുള്ള ആ വലിയ ഭയമായിരിക്കും. അപ്പോൾ ഭയത്തിൻ്റെ ഒരാകെ തുകയാണ്. ഇതിലെ 1ാമത്തതാണ് അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. എല്ലാവരെയും അവഗണിക്കുക, അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പം അവഗണിക്കുന്നതിലുള്ള വൈകല്യം. നമ്മൾ ചിലരെ കണ്ടിട്ടുണ്ട്, എപ്പോഴും വിഷാദിച്ചിരിക്കും, എപ്പോഴും ഒരു ദുഃഖമുഖമായിരിക്കും അവരുടേത്. അയ്യോ, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അയ്യോ ഇങ്ങനൊരാൾ അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറാണെന്ന് പോയി പറഞ്ഞേക്കരുത് കേട്ടോ. ഒരു പക്ഷേ നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ എപ്പോഴും വിഷാദിച്ചിരിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. അതായത് അവരൊന്ന് പൊതുവായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും അങ്ങനെ അത്രയധികം ഇറങ്ങി വരികയില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടുമോ, തങ്ങൾ അവഗണിക്കപ്പെടുമോ എന്നുള്ള ഒരു ചിന്തയാണ്. ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും. എൻ്റെ ജീവിതത്തിലെ കുറേ വ്യക്തികളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ലോക ജനതയുടെ 15 അല്ലെങ്കിൽ 2.5 25 പേര് ലോക ജനതയുടെ ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നവരാണെന്നാണ് പൊതുവായിട്ടുള്ള നിഗമനത്തിൽ എത്തിച്ചേരുക. ഇപ്പം 100 പേരെ എടുത്താൽ 15 പേര് അല്ലെങ്കിൽ 25 പേര് ഇതുപോലെയുള്ള ഒരവസ്ഥയിലായിരിക്കാം എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെയും അതുപോലെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ ഒക്കെ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ കുറേ പേരെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഒന്നിനൊരു താല്പര്യമില്ല, എപ്പോഴും വിഷാദിച്ചിരിക്കുക, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. തങ്ങൾ അവഗണിക്കപ്പെടുമോ എന്നുള്ള ഭയം, ആത്മവിശ്വാസം തീരെ ഇല്ലാത്ത അവസ്ഥയാണ്. എന്തിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടുന്ന ഒരു വ്യക്തികൾ. ഞാനൊരു അമ്മച്ചി അറിയും, എപ്പോഴും ഭയമാണ്. ഒരല്പനേരം മോൻ വരാൻ വൈകിയാൽ മതി, അയ്യോ എന്ത് പറ്റിയാവോ, വല്ല അപകടം പറ്റിയാവോ, ഒന്ന് വിളിച്ചു നോക്ക്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്കണ്ഠയാണ്, ഇതെവിടെയായിരുന്നു, എന്താ ഇത്ര വൈകിപ്പോയേ. ചില ഭാര്യമാരെ കണ്ടിട്ടില്ലേ, എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, ജോലി സ്ഥലത്ത് എത്തിയാ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാർ എന്തെടുക്കുന്നു നീ. ഇത് നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ടുള്ള ഉത്കണ്ഠ. അപ്പം ഉത്കണ്ഠ രോഗമല്ല, ഇത് ആങ്സൈറ്റി ഡിസോർഡർ അല്ല. ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നിൽക്കുന്ന ഒരു ചിന്തയാണിത്, ഭയം. അത് സമൂഹം എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയിൽ നിന്ന് ഉളവാകുന്ന ഒരു ദുഃഖമാണ്. മറിച്ച് അവഗണിക്കുന്ന അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളതാണ്.
അവർ തമ്മിൽ ഇത് വളരെയധികം വ്യത്യാസപ്പെട്ട് നിൽക്കുന്നു. അതായത് സോഷ്യൽ ആങ്സൈറ്റി അല്ലെങ്കിൽ സമൂഹ ഉത്കണ്ഠ രോഗവും അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായിട്ട് സാധിക്കാതെ അകന്നു നിൽക്കുന്ന അവസ്ഥയും രണ്ടും രണ്ടാണ്. ഇവിടെ മറ്റുള്ളവർ തന്നെ അവഗണിക്കുമോ എന്നുള്ള ഭയമാണ്. എല്ലാവരുമായിട്ട് കൂട്ടുകൂടാൻ ആഗ്രഹമുണ്ട്, എല്ലാവരുമായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് ആഗ്രഹമുണ്ട്. വിമർശിക്കപ്പെടുവോ, സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുവോ, കളിയാക്കപ്പെടുവോ, നാണക്കേടുണ്ടാകുമോ എന്നുള്ള ഒരുപാട് ചിന്തകൾ, ഓവർ ചിന്തകളായിരിക്കും. അതായത് ഒരു സാധാരണ വ്യക്തിക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ചിന്തകളുണ്ടായിരിക്കും. ഇതുകൊണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളൊന്നുമായിട്ട് ഇവരെ ഇടപഴകില്ല. എല്ലായിടത്തും ഇതാണ് പ്രശ്നം. താൻ വിമർശിക്കപ്പെടുവോ, തഴയപ്പെടുവോ, റിജക്റ്റ് ചെയ്യപ്പെടുവോ, അല്ലെങ്കിൽ അവഗണിക്കപ്പെടുവോ, ആ സൗഹൃദ ബന്ധം ഇല്ലാതായി പോവുമോ, ഇങ്ങനെയുള്ള ഓവർ ചിന്തകളാണ്. എന്നാൽ ഈ ചിന്തകൾക്ക് ന്യായമായിട്ട് ഒരു കാരണവും ഉണ്ടാവില്ല. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ DSM-5 പറയുന്നത് ഇപ്രകാരം തന്നെയാണ്. റിജക്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഭയം, അതുപോലെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം തീരെ ഇല്ലാത്ത അവസ്ഥ, മറ്റുള്ളവരായിട്ട് ഇൻ്ററാക്ഷന് താല്പര്യമില്ല. അപ്പോൾ താല്പര്യമില്ലാത്തപ്പോൾ നമ്മൾ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ കണ്ടു. അവിടെ എന്താണ് പ്രത്യേകത? അവിടെ താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. ഒന്നിനും കൂട്ടുകാർ വേണ്ട, വീട്ടുകാർ വേണ്ട, വേണ്ടപ്പെട്ടവർ കുറച്ച് പേരുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാവുള്ളൂ. ജോലി സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഏകാന്തമായിട്ടുള്ളത് തിരഞ്ഞെടുക്കും. പിന്നെ ഒരു ഫാൻറ്റസി ലോകത്തായിരിക്കും, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, മുറിയിൽ ആയിരിക്കും. അവിടേക്ക് ആയിരിക്കുമ്പോൾ ഒരു സന്തോഷം. ഇതാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ 1-ാം ഗ്രൂപ്പിൽ നമ്മൾ 2ാമത്തെ തരക്കാരെ കണ്ടെത്തിയത്. എന്നാൽ 3-ാം ഗ്രൂപ്പിൽ 1ാമത്തെ തരക്കാരെ കണ്ടെത്തുമ്പോൾ ഒരിക്കലും അവരായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തരുത്. അച്ഛൻ ഇത് തന്നെയാണല്ലോ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പറഞ്ഞത്. അവിടെ ഇതിന് താല്പര്യമില്ല. ഇവിടെ താല്പര്യമില്ലാത്തതിന് കാരണം തങ്ങൾ അവഗണിക്കപ്പെടുമോ, റിജക്റ്റ് ചെയ്യപ്പെടുമോ, ഉപേക്ഷിക്കപ്പെടുമോ, തരം താഴ്ത്തപ്പെടുമോ, ഇങ്ങനെ ഒരുപാടുള്ള ചിന്തകളാണ്. ശരിക്കും ഇവർക്ക് ആഗ്രഹമുണ്ട് ബന്ധങ്ങളുണ്ടാകാനായിട്ട്. ഇനി ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ സമൂഹത്തിൽ ഒരു ജോലി ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവില്ലേ, ഇവർക്ക് അത് വളരെ സന്തോഷമായിരിക്കും ആ സമൂഹത്തിൽ ജോലി ചെയ്യാൻ. അവരെ ഇഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ടെങ്കിൽ, ഇപ്പം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ ഞാനൊരു അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്നെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ള 3-5 പേരോട് കൂടെ എനിക്ക് ജോലി ചെയ്യാനും കൂടിയായിരിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ നമുക്ക് പരിചയമില്ലാത്തൊരു ബന്ധം, ഒരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു പോകുന്നത് പ്രകാരമാണ്. താൻ അവഗണിക്കപ്പെടുമോ, റിജക്റ്റ് ചെയ്യപ്പെടുമോ, വിമർശിക്കുമോ, അവർ തന്നെ കളിയാക്കുമോ, അവർ തന്നെ ഒഴിവാക്കുമോ, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വരുന്നത് മൂലം അത്തരം സാഹചര്യങ്ങളെല്ലാം ഇവർ അങ്ങ് ഒഴിവാക്കുകയും ചെയ്യും. എന്നാൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ എല്ലാവരും ഒഴിവാക്കി കഴിയുമ്പോൾ താൻ ഒഴിവാക്കപ്പെടുമോ എന്നുള്ള വലിയൊരു ചിന്തയും അവർക്കുണ്ട്. വിമർശനങ്ങളെയൊക്കെ അവഗണിക്കും. വിമർശനങ്ങൾ കേൾക്കാനായിട്ടുള്ള ആ വലിയ മനസ്സ് അവർക്കില്ല. അപ്പോൾ ഇത്തരക്കാരെയാണ് നമ്മൾ അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുക. അപ്പോൾ അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറും സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക. മറ്റത് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ തന്നെ കാണുമ്പോൾ, ഇപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഉത്കണ്ഠാകുലരാകും, മറ്റുള്ളവർ തന്നെ കാണുമ്പോൾ അവരെന്ത് വിചാരിക്കുമെന്നുള്ള വിഷമമാണ്. അതിങ്ങനെ പ്രൊലോങ്ഡ്, നീണ്ടു നിൽക്കുന്നതായിരിക്കും. അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ തികച്ചും വ്യത്യസ്തമാണ്. ഇവർക്ക് ഉത്കണ്ഠയുണ്ട്, ഭയമുണ്ട്, മറ്റുള്ളവർ തന്നെ അവഗണിക്കുമോ എന്നുള്ള ചിന്തകളുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവർക്ക് വലിയ ഒരു ആഗ്രഹമാണ് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുവാനായിട്ട്. പക്ഷേ ഇങ്ങനെ ഓവർ ചിന്തകൾ കൊണ്ട് ഇവരിങ്ങനെ അതിൽ വ്യാകുലപ്പെട്ടിരിക്കും, കരഞ്ഞിരിക്കും, വിഷമിച്ചിരിക്കും. അപ്പോൾ ഇത് വിഷാദരോഗവും അല്ല കേട്ടോ. അവർക്കങ്ങനെ ഒരു വിഷാദാവസ്ഥയായിരിക്കും അവരുടെ ജീവിതത്തിലുടനീളം അവർ കാണിച്ചു കൊണ്ടിരിക്കുക. എന്താണ് ഇതിന് കാരണം? നമ്മൾ 10 ഡിസോർഡറിലും വൈകല്യങ്ങളിലും പറഞ്ഞതുപോലെ ജനിതകമായിട്ടുള്ള കാരണങ്ങളാണ്. ചെറുപ്പത്തിലെ എല്ലാവരാലും അവഗണിക്കപ്പെട്ട,
അതായത് തങ്ങളുടെ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് സാധ്യതയില്ലാത്ത അവസ്ഥകൾ എന്നൊക്കെ പറയില്ലേ, മിണ്ടരുത്, അടങ്ങി ഒരുങ്ങി വല്ലയിടത്ത് ഇരുന്നോളണം, ചില മാതാപിതാക്കളൊക്കെ അങ്ങനെ പറയില്ലേ. ഇത് അതായത് തങ്ങളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനായിട്ട് അവസരമില്ലാത്ത അവസ്ഥ. പിന്നെ കൊച്ചിലെ ആരും കുട്ടികളെ ഒന്നും അതുപോലെ വിധിക്കരുതേ, നാണംകുണികളായിട്ട് കുട്ടികളെന്ന് പറയില്ലേ, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളായിട്ടെ നല്ല സ്മാർട്ടൊന്നും ആയിരിക്കില്ല, കാണാനല്ല, അവരെപ്പോഴും ഇങ്ങനെ ഒതുങ്ങിക്കൂടി അവരയ്യോ പാവമായിട്ടൊക്കെ പയ്യോ പാവമൊക്കെ ആയിട്ട് നടക്കില്ലേ, അവരും ഇത്തരത്തിലേക്കൊക്കെ വളർന്നു വരാമെന്നാണ് പറയുന്നത്. അതുപോലെ ഏറ്റവും വിഷമകരമായിട്ടുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന കുടുംബാംഗങ്ങളുള്ള മക്കൾക്കും ഇങ്ങനെ ഒരു അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ കാണുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. നമുക്കെപ്പോഴും ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കൊരിക്കലും വിധിക്കാനല്ല, പഠിക്കാൻ, മനസ്സിലാക്കാൻ, ആഴത്തിൽ നമ്മെ മനസ്സിലാക്കാൻ, നമ്മെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ കുറവുകളും പോരായ്മകളും നമ്മൾ അടുത്തറിയുന്നതിലൂടെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള വലിയൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരും എന്നുള്ളതാണ് നമ്മളുടെ സൈക്കോളജിയുടെ, മനഃശാസ്ത്രത്തിൻ്റെ യാത്ര. പിന്നെ ഞാൻ പറയാറില്ലേ, സൈക്കോളജി ആരെയും വിധിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. 1952 മുതൽ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ DSM എന്ന മാനുവലുണ്ട്, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ, ആ മാനദണ്ഡമുണ്ട്. ഇപ്പോൾ അത് 5ാമത്തെ എഡിഷനായി. ഇപ്പം 5ാമത്തെ എഡിഷൻ്റെ ടെക്സ്റ്റ് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ ചികിത്സാവേദികളിലും, മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചികിത്സാവേദികളിലും ഉപയോഗിക്കുന്നൊരു മാനദണ്ഡം ഇത്. കൂടാതെ ലോകാരോഗ്യ സംഘടനയുടെ ICD, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്നൊരു മാനദണ്ഡമുണ്ട്. ഈ 2 മാനദണ്ഡങ്ങളാണ് പൊതുവായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഒരു രോഗിയെ, ഇനി അവൻ രോഗിയാണോ, ഇനി രോഗമാണെങ്കിൽ അത് സിവിയർ ആണോ, ലഘുവാണോ, അതോ മൈൽഡാണോ, ലഘുവാണോ അതോ സിവിയർ ആണോ, ലഘുവാണോ അതോ കഠിനമാണോ എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മളല്ല, രോഗാരോഗ്യ സംഘടനയുടെ ICD എന്ന മാനുവലും അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ DSM മാനുവലും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്ത് ഏറ്റവും തീവ്രമായിട്ട് തീരുന്നത് അവസ്ഥ എപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും അസ്വസ്ഥതയുമായിട്ട് തീരുന്നു. ഒരു കാരണവുമില്ലാതെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കങ്ങളിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ എപ്പോഴും എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നവർ, എപ്പോഴും കരഞ്ഞ് നിൽക്കുന്നവർ, ഒരു കാര്യത്തിന് മുന്നോട്ട് വരാത്തവർ, എല്ലാ വിമർശനങ്ങളെയും ഭയങ്ങളെയും ഒക്കെ ഓർത്ത് ഭയപ്പെടുന്നവർ, ഉത്കണ്ഠപ്പെടുന്നവർ, ഇങ്ങനെ സമൂഹത്തിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ബോധ്യമാവണം. തങ്ങൾക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് എന്നവർക്ക് ബോധ്യമാകുമ്പോഴാണ് നമ്മൾക്ക് അവരെ ചികിത്സയിൽ എത്തിക്കാനായിട്ട് സാധിക്കുക. എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്ക് സമൂഹത്തിലേക്ക് വരാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ വിമർശനങ്ങളെ, മറ്റുള്ളവരുടെ അവഗണനകളെയൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എപ്പോഴും ഒരു ചിന്തകളാണ്, എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ചിന്തകളാണ്, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല. എന്നാൽ എനിക്ക് എല്ലാവരുമായിട്ടും ഇടപഴകണമെന്ന് താല്പര്യമുണ്ട്, എന്തോ ഒരു തടസ്സം എൻ്റെ ജീവിതത്തിലുള്ളതായിട്ട് കാണുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ സമീപിക്കുന്നവരെ നമുക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ ഒക്കെ കൊണ്ടുപോകാനായിട്ട്, യഥാർത്ഥത്തിൽ അവർക്ക് അങ്ങനെ ഒരു രോഗാവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ വളരെ സാധാരണമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ ബോധവാന്മാരായാൽ മതി എന്ന് ചിന്തിക്കുന്ന അവസ്ഥയാണോ, അതോ രോഗാവസ്ഥ, ഈ മാനസിക രോഗാവസ്ഥ ഒരു മൈൽഡായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ, അതോ സിവിയറായിട്ടുള്ള അവസ്ഥയാണോ, മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയാണോ, അതോ തെറാപ്പി, ഇപ്പോൾ ടോക്ക് തെറാപ്പിയൊക്കെ ഉണ്ട്, അതുപോലെ CBT, കൊഗ്നിറ്റീവ് ബിഹേവിയറിനെ കുറിച്ച്, അതായത് പെരുമാറ്റങ്ങളിലുള്ള അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ആരൻബെക്കിൻ്റെ തിയറീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനായിട്ട്, മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട്, ഇനി എനിക്ക് തന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ,
അത് മറ്റുള്ളവരെ ബാധിക്കുന്നില്ല, എൻ്റെ ജോലിയെ ബാധിക്കുന്നില്ല, എൻ്റെ കുടുംബത്തെ ബാധിക്കുന്നില്ല, എൻ്റെ സുഹൃത്ത് ബന്ധത്തെ ബാധിക്കുന്നില്ലെങ്കിൽ നമുക്കത് ബോധം ഉണ്ടായിട്ട് മുന്നോട്ട് പോയാൽ മതി. മറിച്ച് എൻ്റെ കുടുംബത്തെ, എൻ്റെ ജോലി സ്ഥലത്തെ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം അത് വിരോധമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ രോഗത്തിൻ്റെ തീവ്രതയോ അല്ലെങ്കിൽ ലഘുവായിട്ടുള്ള അവസ്ഥയാണോ എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ തന്നെ നവീകരിക്കുവാനായിട്ട് ഈ സൈക്കോളജിയുടെ ഈ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൻ്റെ യാത്ര നമ്മെ വീണ്ടും വീണ്ടും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൊച്ചുരഹസ്യ സംരംഭത്തെ നമുക്ക് വളർത്തിയെടുക്കണം. നിങ്ങളുടെ എല്ലാ സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.